നിയമസഭാ തെരഞ്ഞെടുപ്പിനു പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വാക്കുപോരാട്ടം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. മുന്നണികൾ തമ്മിലുള്ള പ്രചാരണ പോരാട്ടം വോട്ടെടുപ്പിന് മുമ്പ് മാത്രമല്ല അതിനുശേഷവും ശക്തമായി തുടരുകയാണെന്നത് ഈ ഘട്ടത്തിലെ പ്രധാന പ്രത്യേകതയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും പാർട്ടി അനുഭാവികളുമായുള്ള വാചകയുദ്ധം രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ ചൂടേറിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് എൽ.ഡി.എഫ് അനുഭാവികൾ വ്യാജപ്രചാരണങ്ങൾ നടത്തുകയാണെന്നും യു.ഡി.എഫിനെതിരെ കൃത്രിമ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ച് യു.ഡി.എഫ് അനുകൂല വൃത്തങ്ങൾ രംഗത്തെത്തുന്നത്. യു.ഡി.എഫിനുള്ളിൽ ആഭ്യന്തര കലഹങ്ങൾ നിലനിൽക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ആസൂത്രിതമാണെന്നും വോട്ടർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അവർ ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുന്നതിനു മുമ്പ് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ ശക്തമാകുന്നത് സ്വാഭാവികമാണെങ്കിലും അത് ചിലപ്പോൾ രാഷ്ട്രീയ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുവെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഒരു മുന്നണിക്കെതിരെ മറ്റൊരു മുന്നണി നടത്തുന്ന വിമർശനങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലേക്കോ അത് വഴിമാറുന്നത് ഗൗരവകരമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. യു.ഡി.എഫ് ക്യാമ്പിൽ നിന്നുള്ള പ്രധാന ആരോപണം എൽ.ഡി.എഫ് അനുകൂല മാധ്യമങ്ങളും പ്രവർത്തകരും ചേർന്ന് യു.ഡി.എഫിൽ ആഭ്യന്തര പോരാട്ടം ശക്തമാണെന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണെന്നാണ്. ഇത്തരം വാർത്തകൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയും യു.ഡി.എഫിന് വോട്ട് ചെയ്തവരിൽ നിരാശയുണ്ടാക്കുകയും ചെയ്യുമെന്ന ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു.ഡി.എഫ് പാർട്ടികളിലെ ചില നേതാക്കളുടെ പ്രതികരണങ്ങളും വിവാദങ്ങൾക്കിടയാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് തിടുക്കത്തിൽ മറുപടി പറയുന്നതിനിടെ ഉണ്ടാകുന്ന പരാമർശങ്ങൾ പിന്നീട് രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇത് എതിരാളികൾക്ക് പ്രചാരണ ആയുധമായി ഉപയോഗിക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇത്തരം സാഹചര്യങ്ങളിൽ നേതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പ്രതികരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളിൽ നോ കമന്റ്സ് എന്ന നിലപാട് സ്വീകരിക്കുന്നതുപോലും ചിലപ്പോൾ മികച്ച രാഷ്ട്രീയ തന്ത്രമായേക്കാമെന്നാണ് അഭിപ്രായമുയരുന്നത്. ഇതിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിനു ശേഷമുയരുന്ന മനോവിജ്ഞാന യുദ്ധമെന്ന ഘടകവും ശ്രദ്ധേയമാണ്. ഒരു മുന്നണി വിജയിക്കുമെന്ന ആത്മവിശ്വാസം നിലനിർത്താനും എതിരാളികളിൽ സംശയം വിതയ്ക്കാനും ഇത്തരം പ്രചാരണങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരം വാർത്തകളെ വിമർശനാത്മകമായി സമീപിക്കേണ്ടതുണ്ടെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എൽ.ഡി.എഫ് വൃത്തങ്ങൾ മറുവശത്തു പറയുന്നത് യു.ഡി.എഫിനുള്ളിലെ യാഥാർത്ഥ്യ പ്രശ്നങ്ങളാണ് പുറത്തുവരുന്നതെന്നും അതിനെ വ്യാജപ്രചാരണമെന്ന പേരിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നതുമാണ് എന്നാണ്. തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമുണ്ടായ നേതൃത്വപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന്റെ തെളിവുകളാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടയിൽ സാധാരണ വോട്ടർമാരുടെ സമീപനവും ശ്രദ്ധേയമാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്തകളെ പൂർണ്ണമായി വിശ്വസിക്കാതെ വിവിധ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ പരിശോധിക്കുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നതായി കാണുന്നു. ഇത് രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ സ്വാധീനം കുറയ്ക്കുന്നതിൽ ഒരു പരിധിവരെ സഹായിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. വോട്ടെണ്ണൽ ദിനം അടുത്തെത്തുന്നതിനൊപ്പം ഇത്തരം വാചകയുദ്ധങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. വിജയപ്രതീക്ഷകളുമായി മുന്നണികൾ കാത്തിരിക്കുമ്പോൾ പ്രചാരണത്തിന്റെ അവസാനഘട്ടം ഇപ്പോഴും രാഷ്ട്രീയമായി സജീവമാണെന്നത് വ്യക്തമാകുന്നു. അവസാനം ജനാധിപത്യത്തിൽ വാദപ്രതിവാദങ്ങൾ അനിവാര്യമാണെങ്കിലും അവ വസ്തുബാധവും ഉത്തരവാദിത്വപരവുമായിരിക്കണമെന്നതാണ് പ്രധാന സന്ദേശം. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തായാലും രാഷ്ട്രീയ സംസ്കാരം നിലനിർത്തേണ്ടത് എല്ലാ പാർട്ടികളുടെയും ഉത്തരവാദിത്വമാണ്.